വെൽക്കം ടു ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ. സോ മക്കളെ, നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസ് എക്സാം പബ്ലിക് എക്സാം ആവാറായിട്ടുണ്ട്. 13-ാം തീയതി നമ്മുടെ എക്സാം നടക്കാൻ പോവാണ്. നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷനിലായിരിക്കും, ഓൺഗോയിങ് പ്രിപ്പറേഷനിലായിരിക്കും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് PYQs ആണ്. അതായത് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു 1, 2, 3 PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക് ആണ് കേട്ടോ. ബേസിക് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സ്റ്റാർട്ടിംഗ് എ ബിസിനസ്. ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു ടോപ്പിക് നമുക്ക് എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട്. അത് ചോദിക്കാറുള്ളതാണെങ്കിൽ 5 മാർക്കിനാണ് കേട്ടോ. ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെയാണ് അത് ചോദിക്കാറുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു ബേസിക് ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ആ ഒരു ഫാക്ടേഴ്സ് കേട്ടോ. സെലക്ഷൻ ഓഫ് എ ലൈൻ ഓഫ് ബിസിനസ്. എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഏത് സൈസിലാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ലാർജ് സ്കെയിൽ ആണോ, മീഡിയം സ്കെയിൽ ആണോ, സ്മോൾ സ്കെയിൽ ആയിട്ടാണോ തുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. ഏത് ഫോം ഓഫ് ഓണർഷിപ്പ് ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ തന്നെ ഓൺ ആയിട്ട് സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ട്, ഫുൾ ഫണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ല നമ്മുടെ കയ്യിൽ അത്രത്തോളം ഫണ്ട് ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെയും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിലാക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആക്കാം. സോ ഏത് ഫോം ഓഫ് ഓണർഷിപ്പ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് ലൊക്കേഷൻ ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ ലൊക്കേഷൻ എവിടെ വേണം, എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ദെൻ ഫിനാൻസിങ് ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഒക്കെ അക്വയർ ചെയ്യണ്ടേ. സോ അതിന് നമുക്ക് ഫണ്ട് വേണം. ഫണ്ട് എവിടെ നിന്ന് റേസ് ചെയ്യണം എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദെൻ ഫിസിക്കൽ റിസോഴ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിംഗ് വേണം, പ്ലാന്റ് ആൻഡ് മെഷീനറി വേണം. അതിനകത്തേക്ക് ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ ആവശ്യമാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് റേസ് ചെയ്യണം. ദെൻ പ്ലാന്റ് ലേ ഔട്ട് ആണ് ലാസ്റ്റ് പോയിന്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ അകത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതിനെയാണ് പ്ലാൻ ലേ ഔട്ട് എന്ന് പറയുന്നത്. സോ 5 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ എഴുതണം. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക് ആണിത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് എന്നുള്ളത് നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. MOAയും AOAയും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ മോഡൽ എക്സാമിനും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്നുള്ളത് കേട്ടോ. പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, കാരണം നമ്മൾ ഒരുപാട് തവണ അത് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഓക്കെ, സോ നോക്കിക്കോളാം. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനീന്റെ ചാർട്ടർ ആണ്, ചാർട്ടർ ഓഫ് ദ കമ്പനി ആണ്. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് ബൈലോ ഓഫ് ദ കമ്പനി, കമ്പനീന്റെ ബൈലോ ആയിരിക്കാം. ദെൻ മെമ്മറാണ്ടത്തിലാണ് നമ്മുടെ കമ്പനി എന്തിനാണ് നിലകൊള്ളുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ്സും പവേഴ്സും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് MOAയിലാണ്. നേരെ തിരിച്ച് AOയിലേക്ക് വരുന്ന സമയത്ത് വേസ് ആൻഡ് മീൻസ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ്, ഈ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കും എന്നുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് AOയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനീന്റെ ഒരു ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ആണ്. എന്നാൽ നമ്മുടെ AOA എന്ന് പറയുന്നത് സപ്ലിമെന്ററി ഡോക്യുമെന്റ് മാത്രമാണ്. അതായത് MOA കഴിഞ്ഞതിന് ശേഷം മാത്രം വരുന്ന ഒരു സപ്ലിമെന്ററി ഡോക്യുമെന്റ് ആണ്. ദെൻ MOAയിലാണ് നമ്മുടെ കമ്പനി ഔട്ട്സൈഡ് വേൾഡുമായിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. AOയിലേക്ക് വരുന്ന സമയത്ത് ഇന്റേണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അതായത് കമ്പനിയും അതിന്റെ മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫയലിംഗ് ഓഫ് മെമ്മറാണ്ടം ഈസ് കമ്പൽസറി. മെമ്മറാണ്ടം ഫയൽ ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആർട്ടിക്കിൾസിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഇസ് നോട്ട് കമ്പൽസറി, അത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യം അല്ല. ദെൻ ആക്ട് ബിയോണ്ട് മെമ്മറാണ്ടം ആർ വോയിഡ്. മെമ്മറാണ്ടത്തിൽ പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആവില്ല, അത് വോയിഡ് ആയിരിക്കും. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനെയല്ല. ആക്ട് ബിയോണ്ട് ആർട്ടിക്കിൾസ് ക്യാൻ ബി റാറ്റിഫൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് റാറ്റിഫൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ MOAയിൽ നമുക്ക് എന്തെങ്കിലും ഓൾട്രേഷൻ വരുത്തണം, ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലെങ്തി ലീഗൽ പ്രോസസ്. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റൂല. ഇതൊരു ലെങ്തി ആയിട്ടുള്ള ലീഗൽ പ്രോസസ് ആണ്. പക്ഷെ അതേ സമയത്ത് AOയിലേക്ക് വരുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു അമെൻഡ് AOയിലെ ചേഞ്ച് വരുത്താന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ ഒരു ടോപ്പിക് നോക്കി വെച്ചോ മക്കളെ, നമുക്കൊരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ MOA ആൻഡ് AOA. സോ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എന്റർപ്രൈസ്. അതായത് MNCs, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലായ്പ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട്. 3 മാർക്കിന് ചോദിക്കാറുണ്ട്, 4 മാർക്കിന് ചോദിക്കാറുണ്ട്, ഈവൻ 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഗ്ലോബൽ എന്റർപ്രൈസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഒരു രാജ്യത്തിന്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ 2ഓ അതിലധികമോ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ബിസിനസ് ചെയ്യുന്ന കമ്പനീസിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ MNC അല്ലെങ്കിൽ ഗ്ലോബൽ എന്റർപ്രൈസ് എന്നൊക്കെ പറയുന്നത്.
വരുന്നത്. അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നോക്കിക്കോ, ലാർജ് ഇൻ സൈസ് ആയിരിക്കും, വളരെ വലിയ സൈസ് ആയിരിക്കും, ചെറിയൊരു ബിസിനസ് ആയിരിക്കില്ല. ദെൻ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് ഒരു രാജ്യത്തായിരിക്കും, അവിടെ വെച്ചായിരിക്കും മറ്റു ബ്രാഞ്ചസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ട്. ദെൻ യൂസ് ചെയ്യുന്ന ടെക്നോളജി വന്നിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും. ദെൻ പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ് അവർക്ക് ഉണ്ടായിരിക്കുക. ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ MNC മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ ഉണ്ടെങ്കിൽ. ദെൻ ഗ്ലോബൽ മാർക്കറ്റിംഗിലേക്ക് അവർക്കൊരു എൻട്രി ഉണ്ട്, അല്ലെങ്കിൽ റീച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് MNC എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ പല മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതണം. ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. നെക്സ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡൊമസ്റ്റിക് ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കൊന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് പോവാം. എന്തൊക്കെയാണ്? നാഷണാലിറ്റി നോക്കുകയാണെങ്കിൽ ബയറും സെല്ലറും ഒരേ നാഷൻ്റെതായിരിക്കും ഡൊമസ്റ്റിക് ബിസിനസ് ആണെങ്കിൽ. കാരണം ബയറും സെല്ലറും ഒരേ രാജ്യത്തായിരിക്കും ഇരിക്കുന്നത്. ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ബിസിനസ് ആണ് അല്ലെ? സോ അതുകൊണ്ട് ബയറും സെല്ലറും ഒക്കെ ഒരേ രാജ്യത്തിന്റെ തന്നെ സിറ്റിസൺസ് ആയിരിക്കും. ഇന്റർനാഷണൽ ബിസിനസ്സിൽ അങ്ങനെ ആയിരിക്കില്ല. ദേ ആർ ഫ്രം ഡിഫറെന്റ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. പിന്നെ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ആരൊക്കെയുണ്ട്? സപ്ലയേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, മിഡിൽമെൻ ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ബട്ട് everyone are citizens of the same nation. എല്ലാവരും ഒരേ രാജ്യത്തിന്റെ തന്നെ സിറ്റിസൺസ് ആയിരിക്കും ട്ടോ. ഇന്റർനാഷണൽ ബിസിനസ്സിൽ അങ്ങനെ ആയിരിക്കില്ല. വാരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദേ ആർ ഫ്രം ഡിഫറെന്റ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരും ആയിരിക്കും. ദെൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് റിസ്ക് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ഇറ്റ് ഈസ് സബ്ജക്ട് ടു സെയിം കൺട്രി. ഒരേ രാജ്യത്തുള്ള ആൾക്കാരാണ് അതിനകത്തൊക്കെ ഉള്ളത്. ഒരേ രാജ്യത്ത് മാത്രമാണ് ബിസിനസ് നടക്കുന്നത്. സോ ആ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ റിസ്ക് മാത്രമേ ഇവർക്ക് ബാധകമായിട്ടുള്ളൂ. എന്നാൽ ഇന്റർനാഷണൽ ബിസിനസ്സിൽ അങ്ങനെ ആയിരിക്കില്ല. സബ്ജക്ട് ടു ഡിഫറെന്റ് കൺട്രീസ്. ഓരോരോ രാജ്യത്ത് എങ്ങനെയാണ് പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ വരുന്നത്, റിസ്കുകൾ വരുന്നത്, അതൊക്കെ ആയിരിക്കും അവിടുത്തെ ഒരു മാറ്റർ ആയിട്ട് വരുന്നത്. ദെൻ ബിസിനസ് റെഗുലേഷൻസ് ആൻഡ് പോളിസീസ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് ടു റൂൾസ്, ലോസ്, ടാക്സേഷൻ പോളിസീസ് ഓഫ് ദ സെയിം നാഷൻ. ഒരേ രാജ്യത്തിന്റെ ടാക്സേഷൻ പോളിസീസും റൂൾസും റെഗുലേഷൻസും ഒക്കെ മാത്രമായിരിക്കും ഡൊമസ്റ്റിക് ബിസിനസിന് ബാധകമായിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് കൺസേൺ നേഷൻ, ഏത് കൺട്രിയിലാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ആ ഒരു രാജ്യത്തിന്റെ പ്രിവെയിലിംഗ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ടാക്സേഷൻ പോളിസീസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ കറൻസി, എന്ത് ടൈപ്പ് ഓഫ് കറൻസിയാണ് യൂസ് ചെയ്യുന്നത്? ഡൊമസ്റ്റിക് ബിസിനസ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കറൻസി ഓഫ് ഡൊമസ്റ്റിക് കൺട്രി. ഏത് രാജ്യത്താണോ? ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പി മാത്രമായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. US-ലാണെങ്കിൽ US ഡോളർ ആയിരിക്കും. സോ ഏത് രാജ്യത്താണോ ബിസിനസ് ചെയ്യുന്നത് ആ ഒരു രാജ്യത്തിന്റെ മാത്രം കറൻസി ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് കറൻസീസ് ഓഫ് മോർ ദാൻ 1 കൺട്രീസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരേ രാജ്യത്തിൽ മാത്രമല്ല അവിടെ ബിസിനസ് നടക്കുന്നത്, ഒന്നിലധികം അല്ലെങ്കിൽ 2-ലധികം രാജ്യങ്ങളിൽ അവിടെ ബിസിനസ് നടക്കുന്നതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളുടെ ഒക്കെ കറൻസി അവിടെ മാറ്റർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. സോ മക്കളെ, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത PYQs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന PYQs ആണ്. സോ ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്.